പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിതം മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ നിമിഷങ്ങളിൽ സ്നേഹത്തോടെ സമർപ്പിക്കാം. ദൈവമായിരുന്നിട്ടും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും മനുഷ്യ മക്കളോടുകൂടെ ആയിരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്ത കർത്താവിനെ ഹൃദയം തുറന്ന് ആരാധിക്കാം, മനസ്സ് തുറന്ന് ആരാധിക്കാം. എന്നെ വിണ്ണോളം ഉയർത്തുവാൻ വേണ്ടി മണ്ണോളം താഴ്ന്ന് ദാസനായി, എളിയവനായി, വിനീതനായി ഈ ഭൂമിയിൽ ജീവിച്ച കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ജീവിതം മുഴുവൻ അവിടുത്തെ പാദാന്തികത്തിലേക്ക് സ്നേഹത്തോടെ അർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹത്തിൻ്റെ അൾത്താരയോട് ചേർന്ന് നിന്നുകൊണ്ട് ഹൃദയത്തെ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് സ്നേഹത്തോടെ ചേർത്ത് വെച്ച് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കാം, പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കാലിത്തൊഴുത്തിൽ വന്ന് പിറന്ന കർത്താവ് സ്നേഹത്തോടെ എൻ്റെ ജീവിതത്തിലേക്ക് ഈ നിമിഷങ്ങളിൽ കടന്നു വരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാം, ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. നമ്മുടെ കുടുംബത്തിലേക്ക് ഈ നിമിഷങ്ങളിൽ ഈശോനാഥനെ പൂർണ്ണ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യാം. കർത്താവിനെ ഹൃദയത്തിൽ നമുക്ക് പാടി ആരാധിക്കാം. ഇന്നലെ നീ എൻ്റെ
ചിറകോട് ചേർത്ത് പിടിക്കുന്നത് പോലെ സങ്കടത്തിന്റെ നിമിഷങ്ങളിൽ, ആപത്തിന്റെ നിമിഷങ്ങളിൽ, തിന്മ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളിൽ കർത്താവിത വലിയ സംരക്ഷണം നൽകി തൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം നൽകിയ എല്ലാ നിമിഷങ്ങളെ ഓർത്ത് ഹൃദയം തുറന്ന് ഈ നിമിഷങ്ങളിൽ നന്ദി പറയാം. സങ്കടത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ കർത്താവ് നൽകിയ വലിയ സ്നേഹം, വലിയ സംരക്ഷണം എല്ലാറ്റിനെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ഈശോനാഥനെ സ്നേഹത്തോടെ നമുക്ക് ആരാധിക്കാം. സർവശക്തിയോടുകൂടെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ആരാധന, ഹല്ലേലൂയ, ഈശോയെ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഈശോയെ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഈശോയെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ശരീരവും രക്തവും നമുക്ക് ഭക്ഷണമായി തന്ന കർത്താവിനെ ആത്മീയ ജീവിതത്തിൽ വീണു പോകാതിരിക്കുവാൻ, ഇടറി വീഴാതിരിക്കുവാൻ ശക്തിയായി, ഭോജനമായി തൻ്റെ ശരീരവും രക്തവും നൽകിയ കർത്താവിനെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നമുക്ക് പാടി വാഴ്ത്താം.
ഭക്ഷണമേശയിൽ ഇതാ ശരീരവും രക്തവും അപ്പമെടുത്ത് വാഴ്ത്തി തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുളി ചെയ്തു, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഓരോ അൾത്താരയിലും ഇന്നും മുറിയപ്പെടുന്ന ഈശോ വിശുദ്ധ കുർബാനയുടെ മധ്യേ എനിക്ക് വേണ്ടി മുറിയപ്പെടുന്ന, എന്നും മുറിയപ്പെടുന്ന ഈശോയെ ഈ നിമിഷങ്ങളിൽ ഹൃദയം തുറന്ന് നമുക്ക് ആരാധിക്കാം. എൻ്റെ ഹൃദയത്തിൻ്റെ അയോഗ്യതകളൊന്നും നോക്കാതെ, എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളിലേക്കൊന്നും മാത്രം നോക്കാതെ എൻ്റെ ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് ഓരോ ദിവസവും കടന്നു വരുന്നത് എത്രയോ വലിയ സ്നേഹത്തോടെയാണ്. ഈ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി ഈശോയെ പാടി ആരാധിക്കാം. സൗഖ്യമുള്ളവനായി മാറുവാൻ വേണ്ടി അവിടുന്ന് സ്വയം മുറിവുകൾ ഏറ്റെടുത്തു. ഞാൻ വലിയവനായി മാറുവാൻ വേണ്ടി അവൻ സ്വയം ചെറുതായി ദൈവമായിരുന്നിട്ടും ദൈവത്തിൻ്റെ സമാനത നിലനിർത്താതെ സ്വയം എളിയവനായി ശൂന്യനായി തീർന്ന ഈശോ മറ്റുള്ളവർക്ക് വേണ്ടി എളിമപ്പെടാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടാൻ, സ്വയം ചെറുതാകുവാൻ എത്രമാത്രം സങ്കടമാണ് നമുക്ക്, എത്രയോ വലിയ ഭാരമാണ് നമുക്ക്. എന്നാൽ കർത്താവിത എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെയും സ്വന്തമായി തീരുവാൻ, എല്ലാവരോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം ചെറുതായി, സ്വയം ശൂന്യനായി ഇല്ലാതായി മാറിയ ഈശോയെ നമുക്കൊരിക്കൽ കൂടി പാടി ആരാധിക്കാം. സ്നേഹത്തോടെ ഒരിക്കൽ കൂടി എനിക്ക് വേണ്ടി മുറിയപ്പെട്ട അതേ കർത്താവ്, അതേ തമ്പുരാനിത എൻ്റെ കൂടെ ആയിരിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. അവസ്ഥകൾ മുഴുവൻ ഏറ്റെടുത്ത് സ്വന്തം ശരീരത്തിൽ സംഭവിച്ചുകൊണ്ട് ഗാഗുൽത്താ മലയിലേക്ക് നടന്നു നീങ്ങി കുരിശിൽ ബലിയായി തീർന്ന ഈശോ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ കരങ്ങളിൽ കുരിശ് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ഈശോയെ ഈ നിമിഷങ്ങളിൽ നമുക്ക് ആരാധിക്കാം. കുരിശിൽ ബലിയായി തീർന്ന ഈശോ, കുരിശിൽ നിന്നും ഒഴുകുന്ന തിരുരക്തം ഇപ്പോൾ നമുക്ക് കാണാം. ഈശോയുടെ ശിരസ് മുതൽ ശരീരത്തിൻ്റെ ഉള്ളംകാൽ വരെ എല്ലാ ഭാഗങ്ങളും മുറിവേറ്റ് മുറിവുകളാൽ പിടയുന്ന ഈശോ എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് കുരിശിൽ നിന്ദനങ്ങളും അപമാനങ്ങളും പീഡനങ്ങളും പരിഹാസങ്ങളും എല്ലാം ഏറ്റെടുത്തത്, എല്ലാം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയത് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഈശോയുടെ വലിയ സ്നേഹത്തെ ഈ നിമിഷങ്ങളിൽ നമുക്ക് ഒരിക്കൽ കൂടി നിമിഷങ്ങളിൽ ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പാടി ആരാധിക്കാം. स्तोत्रं
കുരിശ് മരണത്തിന് ശേഷവും തൻ്റെ കൂടെ നമ്മുടെ കൂടെ എപ്പോഴും ആയിരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിച്ച് വിശുദ്ധ കുർബാനയിൽ അവിടുന്ന് എപ്പോഴും സന്നിഹിതനാണ്. വചനം ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, ലോകത്തിൻ്റെ അവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈശോയുടെ വാഗ്ദാനം. ലോക അവസാനം വരെയും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന, നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഈശോയെ എല്ലാ സക്രാരികളിലും അറിഞ്ഞിരുന്നു കൊണ്ട് എന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന, എൻ്റെ വരവ് എപ്പോഴും നോക്കി കാത്തിരിക്കുന്ന എൻ്റെ ഈശോയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് മടി കൂടാതെ, ക്ഷീണം കൂടാതെ നമുക്കൊരിക്കൽ കൂടി പാടി വാഴ്ത്താം. അസ്വസ്ഥതകൾ നിറയുമ്പോൾ, സങ്കടങ്ങൾ മാറി മാറി നിറയുമ്പോൾ വചനം നമ്മെ ഓർമ്മിപ്പിക്കാൻ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഇതാ സഹായകനായ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് പ്രദാനം ചെയ്യുന്ന ഈശോ എപ്പോഴും ജീവിതത്തിൻ്റെ അവസാനം വരെയും കൂടെ ആയിരിക്കുവാൻ വേണ്ടി സഹായകനെ വാഗ്ദാനം ചെയ്യുന്ന ഈശോ തൻ്റെ വചനത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഇതാ അനാഥരായി നമ്മളെ വിടാതെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി, ജീവിതത്തിൽ വീണു പോകാതിരിക്കുവാൻ, സ്വർഗത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ള ജീവിതത്തിൽ, നിത്യജീവനെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഈ ജീവിതത്തിൽ വീണു പോകാതിരിക്കാൻ, തിന്മയ്ക്കെതിരെ പടപൊരുതുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ആത്മാവ് എൻ്റെ കൂടെയുണ്ട് ശക്തിപ്പെടുത്താൻ, എന്നെ ധൈര്യപ്പെടുത്താൻ. ഇതാ പരിശുദ്ധാത്മാവായ ദൈവത്തെ വാഗ്ദാനം ചെയ്യുന്ന ഈശോ വലിയ സ്നേഹത്തോടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തെ ഓർത്ത് ജീവിതയാത്രയിൽ എപ്പോഴും ഇതിലെ പോവുക, ഇതാണ് വഴി എന്ന് പറഞ്ഞ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഈ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് ഒരിക്കൽ കൂടി കർത്താവിനെ പാടി വാഴ്ത്താം. പരിശുദ്ധാത്മാവ്, കൂട്ടുകാരനായ പരിശുദ്ധാത്മാവ്, മാമോദീസ എന്ന കുദാശയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവ്, ജീവിതയാത്രയിൽ പലപ്പോഴും ജീവിതത്തിൻ്റെതായ വ്യഗ്രതകളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തോട് പ്രത്യുത്തരം നൽകുവാൻ, പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ, പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ പലപ്പോഴും മറന്നുപോയ നിമിഷങ്ങൾ, പലപ്പോഴും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാതെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ച നിമിഷങ്ങൾ, എല്ലാറ്റിനെയും ഈ നിമിഷങ്ങളിൽ നമുക്ക് ഓർക്കാം. ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. വീണു പോയെങ്കിൽ ധൈര്യം പകരുവാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. കൂദാശകളിലൂടെയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ശക്തമായിട്ട് കടന്നു വന്ന പരിശുദ്ധാത്മാവിനെ ഈ ആരാധനയുടെ തിരുമണിക്കൂറിൽ നമുക്കൊരിക്കൽ കൂടി ഒന്ന് ജ്വലിപ്പിക്കണം. പരിശുദ്ധാത്മാവിനെ വീണ്ടും ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ക്ഷണിക്കാം. സ്നേഹത്തോടെ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മുൻപിലേക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്കൊരിക്കൽ കൂടി ഒന്ന് അടിയറ വയ്ക്കാം. എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കി മാറ്റിയ നിമിഷങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പാപത്തിൻ്റെ അവസ്ഥകളിലേക്കും ഇപ്പോൾ പരിശുദ്ധാത്മാവ് സ്നേഹമായി കടന്നു വരട്ടെ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് വലിയ കാറ്റായി കടന്നു വരട്ടെ. തീനാവുകളുടെ രൂപത്തിൽ സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് വീണ്ടും എന്നെ കത്തി ജ്വലിപ്പിക്കുവാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവ് വരട്ടെ. വചനം ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. വീണ്ടും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും.
ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവിനെ വീണ്ടും വലിയ ദാഹത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വിളിക്കാം. ജോയൽ പ്രവാചകൻ ഇപ്രകാരം വാഗ്ദാനം ചെയ്യുന്നുണ്ടല്ലോ, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും, രക്തവും അഗ്നിയും ധൂമപടലവും. കർത്താവിൻ്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായിട്ടും മാറും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഈ നിമിഷങ്ങളിൽ ഈ ആത്മാവ് എൻ്റെ മേൽ കടന്നു വരാൻ വലിയ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ധീരതയോടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വചനം പ്രഘോഷിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയ തീഷ്ണത വീണ്ടും ജ്വലിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഭയം, ഉള്ളിൽ അസ്വസ്ഥതകളും ഭയവും ആകുലതകളും, നാളത്തെക്കുറിച്ചുള്ള ആകുലതകളും ക്ലേശങ്ങളും നമ്മളെ അലട്ടുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തിയുള്ളവരായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളും കുറവുകളും എല്ലാം ദൈവസന്നിധിയിലേക്ക് നിമിഷങ്ങൾ ഉയർത്താം. ദൈവസന്നിധിയിലേക്ക് ഇപ്പോൾ ചേർത്ത് വെക്കാം. സ്ലിഹന്മാരെ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ആദിമസഭയെ ധീരതയോടുകൂടെ നയിച്ച പരിശുദ്ധാത്മാവ്, പ്രവാചകന്മാരിലൊക്കെ ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ്, പ്രപഞ്ചത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ്, ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ ഈശോയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തെയും ഏറ്റെടുക്കട്ടെ. താബോർ മലയിൽ കടന്നു വന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ നമ്മുടെ ജീവിതത്തെയും ഏറ്റെടുക്കട്ടെ. മോശയിലും പ്രവാചകന്മാരിലും നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ഏലിയ പ്രവാചകനും ഏശയ്യ പ്രവാചകനുമൊക്കെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാൻ, സത്യത്തിനെതിരെ സ്വരമുയർത്തുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ദാനിയേൽ പ്രവാചകനിലൊക്കെ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവ്, സാംസനൊക്കെ ധീരതയുള്ളവനാക്കി മാറ്റിയ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തെയും ശക്തിപ്പെടുത്തട്ടെ. ആഗ്രഹിച്ചുകൊണ്ട് വലിയ ആഗ്രഹത്തോടെ എൻ്റെ ജീവിതത്തിൻ്റെ തീഷ്ണത കുറവും മന്ദതയും ഇഷ്ടമില്ലായ്മയും സ്നേഹത്തിൻ്റെ കുറവുകളിലേക്കും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്കും സൗമ്യതയില്ലാത്ത അവസ്ഥകളിലും ആത്മസമയനമില്ലാത്ത അവസ്ഥകളും വിശ്വസ്തത പുലർത്താൻ ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തത പുലർത്താൻ സാധിക്കാത്ത അവസ്ഥകളും കപടതയും ദുഷ്ടതയിലേക്കും എല്ലാം ഈശോ തൻ്റെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ അയക്കട്ടെ. ആഗ്രഹത്തോടെ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെ മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സ്നേഹത്തോടെ സമർപ്പിച്ച് അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിച്ച് വലിയ ആഗ്രഹത്തോടെ വലിയ തീഷ്ണതയോടും ദാഹത്തോടും കൂടെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുന്നത് കണ്ടുകൊണ്ട് നമുക്ക് സ്വരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, 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 മുറിവേറ്റിരിക്കുന്ന അവസ്ഥയിൽ അത് സുഖപ്പെടുത്തുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്, രോഗാവസ്ഥയിലാണോ ഞാനിന്ന്, എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തുവാൻ, വീണ്ടും ശക്തി പകരാൻ, ശരീരത്തിൽ ചലനമില്ലാത്ത അവസ്ഥകളിൽ, ജീവനില്ലാത്ത അവസ്ഥകളും കൈ ഉയർത്താൻ കാലുയർത്താൻ ബുദ്ധിമുട്ടാണ്. പരിശുദ്ധാത്മാവിനെ എന്നെ ചലിപ്പിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിനെ എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. വിശ്വസിക്കാം. ചൂട് പിടിപ്പിക്കുവാൻ തണുത്ത അവസ്ഥയാണ് ഇന്ന് എൻ്റെ അവസ്ഥയെങ്കിൽ പ്രാർത്ഥിച്ചിട്ടും കർത്താവ് കേൾക്കുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് നിരാശയിൽ കഴിയുന്ന മകനോ മകളോ ആണ് ഞാനെങ്കിൽ പരിശുദ്ധാത്മാവിന് വീണ്ടും എന്നെ ചൂട് പിടിപ്പിക്കുവാൻ സാധിക്കും.
വിശ്വാസം കുറഞ്ഞു പോയെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ വിശ്വാസത്തിൽ കത്തി ജ്വലിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കും. ഈ നിമിഷങ്ങളിൽ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോയ സ്നേഹം, ഈശോയെ ഒരുപാട് സ്നേഹിക്കണമെന്നുള്ളിൽ ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കുവാൻ, വേണ്ട വിധത്തിൽ സ്നേഹിക്കുവാൻ, ഈശോയെ സ്നേഹിക്കുവാൻ, സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, സഹോദരങ്ങളുടെ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും നോക്കാതെ, ബലഹീനതകളൊന്നും നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. എത്ര വലിയ പ്രശ്നമാണെങ്കിലും പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കും. എത്ര വലിയ മുറിവാണെങ്കിലും ജീവിതത്തിൽ മുറിപ്പെടുത്തിയവരെയും ജീവിതത്തിൽ മാറ്റി നിർത്തിയവരെയും തള്ളി പറഞ്ഞവരെയും ഒക്കെ സ്നേഹത്തോടെ ചങ്കോട് ചേർത്ത് പിടിക്കുവാൻ ഈ പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തി പകരും. പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലേക്കും നമുക്ക് സ്നേഹത്തോടെ വിളിക്കാം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്നോഷ്ണനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയും. ഇതാ, മന്നോഷ്ണനായി ജീവിക്കുന്നതിനേക്കാൾ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. മന്നോഷ്ണരായി ജീവിക്കാതെ ചൂടുള്ളവരായി ജീവിക്കുവാൻ, ജീവിതത്തിൽ തീഷ്ണതയുള്ളവരായിട്ട് ജീവിക്കുവാൻ സഹായിക്കണമേ. നഷ്ടപ്പെട്ടു പോയ തീഷ്ണത വീണ്ടും തരണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഈശോയുടെ കരുണയിൽ നമുക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കാം. ദൈവ കരുണയിൽ നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ നൊവേനയിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക, മന്ദത ബാധിച്ച ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. ഈ നാളുകളിലൊക്കെ മന്നോഷണരായിട്ട് ജീവിക്കുന്ന എല്ലാ മക്കളെയും ആദ്യ നാളുകളിൽ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. തീഷ്ണതയുള്ളവരായി ഓടി നടന്ന് വചനം പ്രഘോഷിക്കുകയും ഈശോയെ കൊടുക്കുകയും ചെയ്ത പലരും ഇന്ന് അലസരായും വേണ്ട എന്ന് വെച്ചും മടി പിടിച്ചും വീടുകളിൽ ഒതുങ്ങിക്കൂടുമ്പോൾ കർത്താവെ, ആ ജീവിതങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഇന്ന് ഈ ആരാധനയുടെ മണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയായിരിക്കണമേ കർത്താവെ, തീഷ്ണത നഷ്ടപ്പെട്ടു പോയവരുടെ മേൽ കരുണയായിരിക്കണമേ. മന്ദത ബാധിച്ചു പോയവരുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയ്ക്ക് വേണ്ടി സ്വരം ഉയർത്തുവാൻ സാധിക്കാതെ, ഈശോയ്ക്ക് വേണ്ടി സ്വരം ഉയർത്തുവാൻ മടി കാണിക്കുന്നവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. മന്നോഷ്ണരായി ജീവിക്കുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവ് ഈ നിമിഷങ്ങളിൽ വന്നു നിറയാൻ ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ഇരട്ടി തീഷ്ണതയോടെ ഈശോയ്ക്ക് വേണ്ടി ഓടുവാനുള്ള വലിയ ആഗ്രഹവും തീഷ്ണതയും എല്ലാ മക്കളുടെ ഹൃദയങ്ങളിൽ നിറച്ചു കൊടുക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. നമ്മുടെ കുടുംബങ്ങളിലും നമുക്കറിയാവുന്ന മക്കളും നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നവരുമായിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കാം. കുടുംബത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരും പ്രാർത്ഥനയില്ലാത്ത മക്കളെയും സ്നേഹത്തോടെ കൊടുക്കാം. കർത്താവിനെ മാറ്റി നിർത്തുന്നവർ, തള്ളി പറയുന്നവർ, നിന്ദിക്കുന്നവരെയും എല്ലാവരെയും കരുണയോടെ നോക്കണമേ എന്ന് പ്രാർത്ഥിച്ച് മന്നോഷണരായിട്ട് കഴിയുന്ന ആത്മാക്കളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വലിയ ആഗ്രഹത്തോടെ സമർപ്പിച്ച് കരുണയായിരിക്കണമേ ഈശോയെ, എല്ലാവരെയും അവിടുന്ന് കരുണയോടെ നോക്കണമേ, ആരെയും അവിടുന്ന് തള്ളിക്കളയരുതേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിർത്താം. നമ്മുടെ ജീവിതത്തിലും വന്നുപോയ എല്ലാ കുറവുകളും തീഷ്ണത ഇന്ന് കുറഞ്ഞു പോയെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈശോയെ, വീണ്ടും എന്നെ കത്തി ജ്വലിപ്പിക്കണമേ, വീണ്ടും ഇരട്ടി തീഷ്ണത തരണമേ. പ്രവാചകന്മാരൊക്കെ മരണത്തിന്റെ മുൻപിലും വാളിന്റെ മുൻപിലും തീഷ്ണതയോടെ ഈശോയെ പ്രഘോഷിക്കുവാൻ തക്ക വിധത്തിലുള്ള തീഷ്ണത വീണ്ടും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും മുമ്പിലും അക്രൈസ്തവരുടെ മുമ്പിലും ക്രൈസ്തവരുടെ മുമ്പിലും ധീരതയോടെ ഈശോയെ പ്രഘോഷിക്കുവാൻ ഈശോയെ ഞങ്ങൾക്ക് ബലം തരണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി നമുക്കൊരിക്കൽ കൂടി കർത്താവിനെ വലിയ വിശ്വാസത്തോടുകൂടെ ആത്മാവി നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് സ്വരം ഉയർത്തി ഈശോയെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. Shri
അശുദ്ധിയും ദൈവത്തിനു മുൻപിലേക്ക് സ്നേഹത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവത്തെ ദാഹത്തോടെ എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ, അഗ്നി അയക്കണമേ. എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഇപ്പോൾ തന്നെ ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ, എലീശായുടെ ദൈവമേ എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. നിറയണേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. തീയായി മാറ്റണേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ജീവനേകം ആത്മാവേ പുതുജീവിതമേകം ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകം ആത്മാവേ പുതുജീവിതമേകം ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലേക്കും ആത്മാവേ നീ കടന്നു വരണമേ. വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയപ്പെടാൻ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഇറങ്ങി വരണമേ. ഫലങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. സ്നേഹവും ആനന്ദവും ക്ഷമയും വീണ്ടും എന്നിൽ ജ്വലിക്കുവാൻ, ഇപ്പോഴുള്ളത് പോലെയല്ല, കൂടുതൽ സ്നേഹിക്കുവാൻ, കൂടുതൽ ഫലങ്ങൾ കൊണ്ട് നിറയുവാൻ പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിൽ നീ കത്തിപ്പടരണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. സ്നേഹന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ, ആത്മാവേ അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. അഭിഷേകം കൊണ്ട് പൊതിയണേ. സ്നേഹന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ, അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ സാക്ഷിയാക്കി അയക്കണമേ, മാറ്റണേ. അഗ്നിയായി
പരിശുദ്ധാത്മാവെ ആശ്വസിപ്പിക്കുവാൻ, സ്നേഹം നിറയ്ക്കുവാൻ, സാന്ത്വനമേകുവാൻ പരിശുദ്ധാത്മാവെ കടന്നു വരണമേ. ജ്വലനം നൽകുവാൻ പരിശുദ്ധാത്മാവെ, ചൂട് പിടിക്കുവാൻ, സ്നേഹത്തിന്റെ ചൂട്, ഐക്യത്തിന്റെ സ്നേഹം ഇപ്പോൾ ഹൃദയത്തിൽ നിറയുവാൻ പരിശുദ്ധാത്മാവെ എല്ലാ വിശ്വാസികളുടെ മേലും ഇപ്പോൾ വന്ന് നിറയണമേ. പ്രകാശമേ, അന്ധകാരത്തിൽ പ്രകാശം നൽകുന്നവനെ ഇപ്പോൾ കടന്നു വരണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. മുറിവേറ്റിരിക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് സൗഖ്യം നൽകുവാൻ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ നമുക്ക് ക്ഷണിക്കാം. വഴിതെറ്റിപ്പോയ എല്ലാ ജീവിതങ്ങളും ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. വഴിതെറ്റിപ്പോയ ജീവിതങ്ങളിലേക്കും ജീവിതാനുഭവങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് ഇപ്പോൾ കടന്നു വരട്ടെ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും വഴിതെറ്റിപ്പോയ മക്കളെ എല്ലാവരെയും സ്നേഹത്തോടെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. മന്ദോഷണരായിട്ട് കഴിയുന്നവർ, ഈശോയുടെ ഹൃദയത്തെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ ഫൗസ്റ്റീനായോട് ഒരിക്കൽ പ്രകാരം പറഞ്ഞു, മന്ദോഷണരായ ആത്മാക്കളെ കുറിച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേദന. ഏറ്റവും കൂടുതൽ ഞാൻ വേദനിക്കുന്നത് മന്ദോഷണരായ ആത്മാക്കളെ കുറിച്ചാണ്. മന്ദോഷണരായി ഈശോയെ വേദനിപ്പിക്കുന്ന എല്ലാ ആത്മാക്കളെയും സ്നേഹത്തോടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഇന്നത്തെ ഈ തിരുമണിക്കൂറിൽ ചേർത്ത് വെക്കാം. കർത്താവേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഒരിക്കലും അങ്ങേ തള്ളി പറയുവാൻ, അങ്ങയിൽ നിന്നും അകന്നു പോകുവാൻ അവരെ നീ അനുവദിക്കരുതേ. അങ്ങയുടെ ചങ്കോട് ചേർത്ത് പിടിക്കണേ. ജീവിതത്തിൽ വലിയൊരു മാനസാന്തരത്തിന് അനുഭവം, ജീവിതത്തിൽ വലിയൊരു തിരിച്ചറിവ് നൽകി വീണ്ടും തിരിച്ചു നടക്കുവാൻ, വീണ്ടും തിരികെ നടക്കുവാൻ ഈശോയെ സ്നേഹത്തിലേക്ക്, നിന്റെ സ്നേഹത്തിലേക്ക്, ആദ്യ സ്നേഹത്തിലേക്ക് വീണ്ടും തിരിച്ചു നടക്കുവാൻ കർത്താവെ മന്ദോഷണരായ ആത്മാക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ ത്യാഗത്തോടെ, വലിയ ആഗ്രഹത്തോടുകൂടെ എല്ലാ ഹൃദയങ്ങളിലേക്കും ഇപ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് വലിയ ജ്വലനം ഇപ്പോൾ സൃഷ്ടിക്കുന്നത് കാണാം. രൂപാന്തരീകരണം, വലിയൊരു രൂപാന്തരീകരണം എല്ലാ മക്കളിലും ഇപ്പോൾ പരിശുദ്ധാത്മാവ് വരുത്തുന്നത്, പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നത് കണ്ടുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്ലിഹന്മാരിൽ വന്നു നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഇപ്പോൾ എല്ലാ ഹൃദയങ്ങളിലും വന്നു നിറയണമേ. ആദിമ സഭയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഇപ്പോൾ സഭയിൽ വന്നു നിറയണമേ. വ്യക്തി ജീവിതങ്ങളിൽ വന്നു നിറയണമേ. ആഗ്രഹത്തോടെ എല്ലാവരെയും സമർപ്പിക്കാം. ക്രൈസ്തവ മക്കളെ മുഴുവനായിട്ടും ഒരിക്കൽ കൂടി സമർപ്പിക്കാം. വിശ്വാസികളെ സമർപ്പിക്കാം. മന്ദോഷണരായിട്ട് കഴിയുന്നവരെ സമർപ്പിക്കാം. വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരെ സമർപ്പിക്കാം. പ്രാർത്ഥനയില്ലാത്ത മക്കളെ സമർപ്പിക്കാം. ഒട്ടും പ്രാർത്ഥനയില്ലാത്തവര് ജീവിതത്തിൽ തിക്ത അനുഭവങ്ങൾ വന്നപ്പോൾ നൊമ്പരങ്ങളും പീഡനങ്ങളും ഒക്കെ സഹനങ്ങളും ഒക്കെ കടന്നു വന്നപ്പോൾ പ്രാർത്ഥന വേണ്ട എന്ന് വെച്ചവരും ഈശോയെ തള്ളി പറയുന്നവരും സാഹചര്യം കിട്ടുമ്പോഴൊക്കെ സഭയ്ക്കെതിരായും ഈശോയ്ക്കെതിരായും ഒക്കെ സംസാരിക്കുന്നവരെയും നിന്ദനങ്ങളും അപമാനങ്ങളും ഒക്കെ വരുത്തുന്നവരെയും എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് കരുണയ്ക്കായിട്ട് ചേർത്ത് വെച്ച് ഒരിക്കൽ കൂടി ഈ കരുണയുടെ നൊവേനയുടെ അവസാന ദിവസമായി ഇന്ന് സ്നേഹത്തോടെ മന്ദോഷണരായിട്ടിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളിൽ ആരെങ്കിലും ആദ്യത്തെ സ്നേഹം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, തീഷ്ണത ഇന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. രോഗികളായിട്ടുള്ള മക്കൾ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർ നിരാശയിലേക്ക് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാ ജീവിതങ്ങളെയും ഏറ്റെടുക്കുന്നു. ശരീരത്തെ മുഴുവൻ ഇപ്പോൾ ചൂട് പിടിക്കുന്ന ഒരു അനുഭവം പരിശുദ്ധാത്മാവ് നൽകുന്നു. ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് വലിയൊരു സ്നേഹം കൊണ്ട് നിറയുന്നു. തീഷ്ണത കൊണ്ട് പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിറയ്ക്കുന്നു. വിശ്വാസത്തോടെ കണ്ടുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് സന്തോഷമുള്ള ആത്മാക്കളെ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സ്നേഹത്തോടെ സമർപ്പിച്ച് നമുക്കൊരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. ആത്മാവേ ഞങ്ങളിൽ നീ കത്തിപ്പടരണമേ.
കരുണയുടെ നൊവേനയുടെ 9ാമത്തെ ദിവസം, അവസാനത്തെ ദിവസം, മന്ദത ബാധിച്ച ആത്മാക്കളെ രക്ഷയ്ക്കായും അവർ ഈശോയുടെ കരുണയിൽ നിറയപ്പെട്ട് ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ പൂരിതരാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവകരുണയിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറയുവാൻ, എല്ലാ വിശ്വാസികളും ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയുവാൻ, പ്രത്യേകിച്ച് മന്ദത ബാധിച്ചിട്ടുള്ള മന്ദോഷണരായിട്ടുള്ള ആത്മാക്കൾ നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, മന്ദത ബാധിച്ച ആത്മാക്കളെ അങ്ങയുടെ കരുണ നിറഞ്ഞ ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവനറ്റ ശരീരങ്ങളെ പോലെ ആറിത്തണുത്ത ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ ഒരിക്കൽ കൂടി എരിയിക്കണമേ. ഏറ്റവും കാരുണ്യമുള്ള ഈശോയെ, അങ്ങയുടെ കാരുണ്യത്തിന്റെ മഹനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ. അങ്ങയുടെ സ്നേഹതീഷ്ണതയിലേക്ക് ഇവരെ ആനയിക്കണമേ. പരിശുദ്ധമായ സ്നേഹത്തിന്റെ ദാനം അവരിൽ ചൊരിയണമേ. എന്തെന്നാൽ യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലല്ലോ. നിത്യനായ പിതാവേ, ഏറ്റവും ദയുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ സ്ഥാനമുള്ള മന്ദത ബാധിച്ച ഈ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിപ്പിക്കണമേ. കാരുണ്യത്തിന്റെ പിതാവേ, അങ്ങേ പുത്രന്റെ കൈപ്പേറിയ പീഡകളെ പ്രതിയും കുരിശിലെ 3 മണിക്കൂർ സമയത്തെ സഹനത്തെ പ്രതിയും ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. അവരും അങ്ങയുടെ അഗാധ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതിനു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. കരുണയുടെ ജപമാല ചൊല്ലി ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിശ്വാസത്തോടെ, വലിയ കണ്ണുനീരോട്, സങ്കടത്തോടു കൂടെ തന്നെ മന്ദോഷണരായിരിക്കുന്ന ആത്മാക്കളെ കർത്താവിൻ്റെ കരുണയ്ക്കായി ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെ ഓർത്ത് മനസ്തപിച്ചുകൊണ്ട്, മാപ്പ് ചോദിച്ചുകൊണ്ട് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതിനു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമുക്ക് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഘോഷിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിന്നിറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ
പാപമോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 ഈശോയുടെ
അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, കരുണ നിറഞ്ഞ ഹൃദയത്തിലേക്ക് എല്ലാ പാപികളെയും പ്രത്യേകിച്ചും വന്നോഷണരായിട്ടുള്ള ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് കരുണ തോന്നണമേ ദൈവമേ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ ദൈവമേ, കരം പിടിച്ചു നടത്തണേ. കരുണ തോന്നി കടങ്ങളെല്ലാം പൊറുക്കേണമേ. ആഗ്രഹത്തോടെ കരുണ തോന്നണേ. കരുണ തോന്നണേ ദൈവമേ, കരം പിടിച്ചു നടത്തണേ. കരുണ തോന്നി കടങ്ങളെല്ലാം പൊറുക്കേണമേ. ദൈവകാരുണ്യത്തിന്റെ ലുത്തിനിയ ചൊല്ലുമ്പോൾ നമ്മുടെ നിയോഗങ്ങളും സ്നേഹത്തോടെ സമർപ്പിക്കാം. കുടുംബത്തിൻ്റെയും വ്യക്തിപരമായ നിയോഗങ്ങളും നമ്മുടെ രോഗികളായിട്ട് കഴിയുന്ന മക്കൾ, ലോകം മുഴുവനുമുള്ള എല്ലാ രോഗികളെയും, പ്രത്യേകിച്ച് കൊറോണ രോഗം മൂലം വേദനിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും ഈശോയുടെ കരുണയ്ക്കായി ചേർത്ത് വെച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്നേഹത്തോടുകൂടെ നമുക്ക് ലുത്തിനിയയിൽ പങ്കുചേരാം. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇനിയുള്ള പ്രാർത്ഥനകൾക്ക് ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് മറുപടിയായിട്ട് പ്രാർത്ഥിക്കാം. സ്രഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ അഗ്രാഹ രഹസ്യമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടനമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അമാനുഷ്യ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്നും ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്നും ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവിന്റെ മുറിവുകളിൽ നിന്നും ഒഴുകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവിന്റെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് തന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കൂദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി നൽകിയ ജ്ഞാനസ്നാനത്തിന്റെയും കുംഭസാരത്തിന്റെയും കൂദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ,
ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാനയിലും പൗരോഹിത്യത്തിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിന് പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശയിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാവരെയും എപ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രസാദവരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമാകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ആശ്വാസമാകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അനുഗ്രഹീതരുടെ സ്വർഗീയ ആനന്ദമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇനിയുള്ള പ്രാർത്ഥനകൾക്ക് കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ എന്നൊരു ചൊല്ലി പ്രാർത്ഥിക്കാം. കുരിശിൽ മരിച്ച് ഞങ്ങളുടെ മേൽ വലിയ കരുണ കാണിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. എല്ലാ വിശുദ്ധ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി കരുണാപൂർവം സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവെ കനിയണമേ, കർത്താവെ കനിയണമേ. മിശിഹായെ കനിയണമേ, മിശിഹായെ കനിയണമേ. കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണയെ ഞാൻ എന്നെന്നും പാടിപ്പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാകുന്നുവല്ലോ. ദയാപൂർവം ഞങ്ങളെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനമടുക്കാതെ അങ്ങയുടെ തിരുമനസ്സു തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ. കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. ശിരസ് നമിച്ചുകൊണ്ട് കർത്താവ് മണിക്കൂറിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ്, പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മളെ ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് കർത്താവിനെ സ്നേഹത്തോടെ ആരാധിക്കാം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.